السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇത്തികാഫിന്റെ നിയ്യത്തോടു കൂടി ഒരുമിച്ച് കൂടിയതും ചെയ്യുന്ന അമലുകളൊക്കെ അല്ലാഹു നമ്മളിൽ നിന്ന് ഖബൂലിയത്തുള്ള അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ അവിടുത്തെ അവസാന സമയത്ത് തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് ആളുകളെ സ്വഹാബത്തിനെ ക്ഷണിച്ചപ്പോൾ അതികഠിനമായ ചൂടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരു സമയത്ത് മുനാഫിക്കീങ്ങളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പല ആളുകളും പല കാരണവും പറഞ്ഞ് ഇങ്ങനെ മാറി നിൽക്കുന്ന കൂട്ടത്തിൽ അവിടുന്ന് പറയപ്പെട്ട ചില കാരണങ്ങൾ, എനിക്ക് എൻ്റെ കുടുംബം നോക്കാനുണ്ട്, മറ്റു പല സൗകര്യങ്ങൾക്കും ഞാൻ ഇപ്പോൾ വന്നാൽ അത് ബുദ്ധിമുട്ടാണ്. അള്ളാഹിൻ്റെ റസൂലിനിക്ക് യുദ്ധത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോൾ അവര് പറയും, നബിയെ ആദ്യം പറഞ്ഞില്ല ഈ പണിക്ക് നിൽക്കണ്ട. ഇന്നുകൊണ്ട് നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ചില എന്തെങ്കിലും ഒരു കാര്യം നന്മയിലേക്ക് നമ്മൾ തീരുമാനമെടുത്ത് ഇറങ്ങുമ്പോഴും അപ്പം അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു നിൽക്കും. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം വരുന്ന അത്തരം ആളുകളാക്കാരും ആദ്യം ഞാൻ പറഞ്ഞില്ലേ. ഈ നന്മകൾ വല്ലതും എന്നതാണെങ്കിലോ അപ്പോൾ ഓർക്കൊരു ചൊറിച്ചില, ഞാൻ പറഞ്ഞിട്ടും സന്തോഷത്തിലായി എന്നുള്ളത്. ഈ ചൊറിച്ചിലുള്ള മുനാഫിക്കീങ്ങൾക്കുള്ള മറുപടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കണം, യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് കണക്കാക്കിയിട്ടല്ല സംഗതിയില്ലാതെ ഒന്നും നമുക്ക് വരില്ല. അത് നന്മയാവട്ടെ തിന്മയാവട്ടെ അല്ലാഹ് ആദ്യമേ നമുക്കൊക്കെ കണക്കാക്കിയിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അതേ വരൂ എന്നുള്ള ഒരു അചഞ്ചലമായ വിശ്വാസം നമ്മളും തിരിച്ചറിയേണ്ടത് അങ്ങനെയാ പ്രിയപ്പെട്ടവർ. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, പക്ഷേ നമുക്കുള്ള പരീക്ഷണങ്ങൾ ഇങ്ങനെ വിട്ടുകഴിയാതെ ഓരോന്നായി ഇങ്ങനെ വരികയായിരിക്കും. ഇവിടെ ചിലപ്പോൾ നമ്മളൊന്ന് പതറിപ്പോവും, ഈമാൻ പരീക്ഷിക്കാണല്ല, ചിലപ്പോൾ ഒന്ന് പതറിപ്പോവും. അല്ല ഇങ്ങനെയൊക്കെ നിസ്കരിച്ചിട്ടും ഇബാദത്ത് ചെയ്തിട്ടും എന്തേ ഇന്നെങ്ങനെ പരീക്ഷിക്കണു? അവിടെയുമാണ് മറുപടി, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് ആദ്യമേ കണക്കാക്കിയിട്ടുള്ള സംഗതിയല്ലാതെ ഒന്നും നമുക്ക് വരുന്നില്ല എന്നുള്ള അചഞ്ചലമായ വിശ്വാസം. എന്നിട്ട് പറയുന്നത് എന്താ? വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളൊക്കെ അള്ളാന്റെ മേൽ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തോട്ടെ. ഈ ലോകത്തിനെ സൃഷ്ടിക്കാൻ കാരണക്കാരനായത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം രാത്രി കടന്നുറങ്ങുക വീട്ടിൽ. അപ്പോഴല്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലക്ക് ഇനാം പ്രഖ്യാപിച്ച അബൂജഹലിന്റെ അനുയായികൾ റസൂലുള്ളാഹിന്റെ വീട് ഇങ്ങനെ വളഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ പുറത്തേക്ക് വരുന്നു കാത്തിരിക്കുക. എന്തിനാ? അള്ളാഹിന്റെ റസൂലിന്റെ ഷറഫാക്കപ്പെട്ട ശിരസ്സെടുക്കാൻ. എന്താ മുത്തുറസൂൽ ചെയ്ത തെറ്റ്? ലോകത്തിലെ ഏറ്റവും വലിയ സത്യം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹിന്റെ റസൂലിന് എന്താ പറ്റിയത്? ആ രാത്രിക്ക് താൻ 53 വർഷക്കാലം ജനിച്ച് ജീവിച്ച് വളർന്ന ആ വീട് വിട്ടിറങ്ങി പോവാ. രാത്രി ഇനി ഒരിക്കലും തിരിച്ചാ വീട്ടിലേക്കില്ല. സ്വത്ത് പോയി, വീട് പോയി, കുടുംബം പോയി. എന്തിന്റെ പേരിൽ? ഈ ലോകത്തിന് തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് ഈമാനും ഇസ്ലാമും മുറുകെ പിടിച്ച് ജീവിച്ചതിന്റെ പേരിൽ ലോകത്ത് പരീക്ഷണം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ചിന്തിക്കേണ്ടത്, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹ് കണക്കാക്കിയതല്ലാതെ ഒന്നും നമുക്ക് ഉണ്ടാവില്ലട്ടോ. ഏത് പ്രതിസന്ധിയിലും നമുക്കുള്ള ധൈര്യം അതാ പ്രിയപ്പെട്ടവൻ. ഹുവ മൗലാന, അവനാണ് ഏറ്റെടുത്ത സംഗതി, എല്ലാം ഏറ്റെടുത്തവൻ അല്ലയാ. നമ്മൾ ധരിക്കണ്ട നമ്മളെ കൈകൊണ്ട ഇതൊന്നും, നമ്മളെ മോശക്കേടോടെ നമുക്കുള്ള പരീക്ഷണമൊന്നും അതും നമ്മൾ ധരിക്കണ്ട. ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് തവക്കുലായിക്കോട്ടെ. ഇവിടെ മറ്റൊന്നും കൂടി വായിക്കേണ്ടത്, ഇത് പറയുമ്പോൾ പരിഹസിക്കാൻ ആൾക്കാരുണ്ടാവും. അതൊക്കെ അങ്ങോട്ടാണ് അർപ്പിച്ചാൽ രക്ഷപ്പെടോ? മുഅ്മിനീങ്ങളോടാ പറഞ്ഞത്. അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടോ? ഈമാന്റെ അവസാനത്തെ കാര്യമായ ഖൈറും ശർറും അല്ലാഹയിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ വിശ്വാസം ഉണ്ടോ? അത്ര ഈമാനുള്ള മുഅ്മിൻ അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചോളട്ടെ. വലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ,
ഇതല്ലേ ദുൽഖഅദ് മാസവും ദുൽഹിജ്ജ മാസവും സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്മരിക്കുമ്പോൾ അവിടുത്തെ തവക്കുലിന്റെ അചഞ്ചലമായ പാഠം പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കല്ല. അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ 10 വയസ്സ് കഴിഞ്ഞ് 16ഉം 15ഉം വയസ്സായപ്പോഴല്ലേ അവിടുത്തെ സമൂഹത്തിന്റെ ആ ദുർനടപ്പ് കണ്ടപ്പോ സൂര്യനെ ആരാധിക്കുന്ന, ചന്ദ്രനെ ആരാധിക്കുന്ന, ബഹുദൈവ ആരാധനയിൽ ആളിയിട്ടുള്ള ആ സമുദായത്തെ കണ്ട വല്ലാതെ മനസ്സ് പ്രയാസപ്പെട്ട് ചെറിയൊരു നാടകം കളിച്ചത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അങ്ങനെ ആ ബിംബങ്ങളൊക്കെ തരിപ്പണാക്കിയതിന്റെ പേരിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദിവസങ്ങളോളം കത്തിച്ചൂടാക്കിയിട്ടുള്ള ഒരു അഗ്നികുണ്ടാരത്തിൽ കൊണ്ടുപോകുന്ന നമ്രൂദിന്റെ അഗ്നികുണ്ടാരം നമ്മൾ പഠിച്ചതാ. 30-40 ദിവസക്കാലം സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തീയിന്റെ ഉള്ളിൽ ഇങ്ങനെ എത്രത്തോളം ചൂടാണ് പ്രിയപ്പെട്ടവരെ. അതിന്റെ അടുത്തേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഇടാൻ കഴിയാഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ടൊരു ഉപകരണം സംവിധാനിച്ച്, ഒരു പേർഷ്യക്കാരനായ ആളുകളുടെ തന്ത്രപൂരമായിട്ടുള്ള ഒരു ഉപകരണം അതിലൂടെ പിടിച്ചിട്ടാ സയ്യിദുനാ ഖലീലുല്ലാഹി തങ്ങളെ അതിലേക്ക് തെറിപ്പിച്ചു വിടുന്നത്, അഗ്നിയുടെ അടുത്തേക്ക് പോകാൻ കഴിയാഞ്ഞിട്ട്. ആ അഗ്നിയിൽ 10-30 ദിവസക്കാലം അവിടെ നിന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നുണ്ട്, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നുണ്ട്. മുഖറബുൽ അംലാക്ക് ജിബ്രീൽ വന്നിട്ട് ചോദിക്കുക, ഖലീലുല്ലാഹി തങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നിൽ നിന്ന് ആവശ്യം? വേണ്ട, എനിക്ക് എന്റെ റബ്ബുണ്ട്. അവിടെയാ ഹസ്ബിയല്ലാഹു വനിഅ്മൽ വകീൽ. പ്രിയപ്പെട്ടവരെ, പറയാൻ കഴിയണം നമുക്ക്. ചെറിയ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോഴേക്ക് എന്തിനെന്റെ ദീൻ എന്ന് പറയുന്നത്, എന്റെ നിസ്കാരം എവിടെ പോയി എന്ന് ചിന്തിക്കരുത് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി വെച്ചിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്മരണയായി ഈ മാസത്തിൽ നമ്മൾ സ്മരിക്കുന്നത്. മീക അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നുണ്ട്, മഴ വർഷിപ്പിച്ച് തീയെ ഞാനൊന്ന് അണച്ചു തരട്ടെയോ? വേണ്ട, അതിനേക്കാൾ പെട്ടെന്ന് എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തും. 40 ദിവസക്കാലം ആ തീയിൽ കന്നിട്ടും ബന്ധിപ്പിച്ച കയറ് കത്തി എന്നല്ലാതെ പടച്ച റബ്ബിന്റെ ഓർഡർ കൊടുത്തു. തീ തടുപ്പായി, ഇതുപോലെ എയർ കണ്ടീഷനായി, ഒരു പോറൽ പോലും ഏറ്റില്ല. നമുക്കുള്ള സമാശ്വാസങ്ങളും സന്തോഷങ്ങളും ഒരു പക്ഷേ ദുനിയാവിൽ അല്ലാഹ് തന്നേക്കാം, അല്ലെങ്കിൽ ആഖിറത്തിൽ തന്നേക്കാം. ജീവിതത്തിലെ പ്രയാസങ്ങൾ നമ്മുടെ ഈമാന്റെ പരീക്ഷണമാണ്. അവിടെയാ ഇന്നത്തെ ആയത്ത് നമ്മൾ സൂചിപ്പിക്കുന്നത്, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. അവനാണ് നമ്മുടെ രക്ഷിതാവ്. ഫഅലല്ലാഹ് ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുവിലേക്ക് ബലമേൽപ്പിച്ചു, നമ്മുടെ കാര്യങ്ങളൊക്കെ അവനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ. അത് മുഅ്മിനീങ്ങൾക്ക് കഴിയൂ പ്രിയപ്പെട്ടവരെല്ലാത്തവർക്ക് കഴിയൂല. ആ ഈമാൻ, അത്തരത്തിലുള്ള ഈമാൻ നമുക്ക് കയ്യിലെങ്കിലും അവരൊക്കെ പോയ പാതയിലൂടെ ഈ സന്ദേശം ഉൾക്കൊള്ളാൻ ഇത്തരം മാസങ്ങൾ നമ്മൾ തയ്യാറെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ജീവിക്കുന്ന ഇത്രയും കാലം റാഹത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റഹ്മത്തിക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.